വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇന്ദുലേഖ എന്ന നോവലിൻ്റെ 8ാം ഭാഗമാണ്. ഭാഗം 8, 9ാം അധ്യായം. സൂരി നമ്പൂരിപ്പാടും കൂട്ടരും കഥകളിയും മറ്റും ആസ്വദിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്ദുലേഖയുടെ പൂവള്ളി തറവാട്ടിലേക്ക് പോകാം എന്നാണ് നിശ്ചയിച്ചിരുന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം നിർത്തിയത്. ഇനി തുടരാം. 9ാം അധ്യായം, നമ്പൂരിപ്പാട്ടിലെ ആഗമനവും മറ്റും. കഥകളി പകുതി കഴിഞ്ഞ ഉടനെ സൂരി നമ്പൂരിപ്പാട്ട് കോച്ചിന്മേൽ നിന്ന് എണീറ്റ് ഗോവിന്ദനെ വിളിച്ചു. ഗോവിന്ദ, ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നു. അമാലന്മാരെ ഇവിടെ തന്നെ കിടക്കുന്നില്ലേ? എല്ലാവരെയും വിളിക്കൂ. വേഗം വേഗം. ചെറുശ്ശേരി എവിടെയുണ്ട്? ഇത്തിരി മുമ്പ് അരങ്ങത്തൊരു കസാലയിന്മേലിരിക്കുന്നത് കണ്ടിരുന്നു. പോയി നോക്കൂ. വേഗം വിളിച്ചു കൊണ്ടുവരൂ. ഗോവിന്ദൻ ചെറുശ്ശേരി നമ്പൂരിയെ തിരഞ്ഞുപോയി പടിമാളികയിൽ ഉറങ്ങാൻ പോയിട്ടുണ്ടെന്ന് കേട്ടു. അവിടെ ചെന്നപ്പോൾ നമ്പൂരി കിടന്നിരിക്കുന്നു, ഉറങ്ങിയിട്ടില്ല. ഗോവിന്ദൻ: അങ്ങട്ട് എഴുന്നള്ളാൻ കൽപ്പനയായിരിക്കുന്നു. ചമ്പാഴിയാട്ടേക്ക് എഴുന്നള്ളത്ത് ഇപ്പോൾ തന്നെ ഉണ്ടത്രേ. അമാലന്മാരെയും മറ്റും വിളിക്കുന്നു. തിരക്കായിരിക്കുന്നു. വേഗം എഴുന്നള്ളണം. ചെറുശ്ശേരി: ശിക്ഷ ശിക്ഷ. ഈ അർദ്ധരാത്രിക്ക് അതിദുർഘടമായ വഴിയിൽ കൂടി എങ്ങനെ പോവും? ഒരിക്കലും പോവാൻ പാടില്ല. ഗോവിന്ദൻ: അത് ഇവിടുന്ന് തന്നെ അരുളി ചെയ്ത് ശരിയാക്കണം. ചെറുശ്ശേരി നമ്പൂരി ഉടനെ നമ്പൂരിപ്പാട്ടിലെ മാളികയിലേക്ക് ചെന്നു. നമ്പൂരിപ്പാട്ടിന്ന് വളരെ ഉത്സാഹിച്ച് നിൽക്കുന്നത് കണ്ടു. ഉയർന്ന തരം കസവ് തുപ്പട്ടാവുകളിൽ ഒരു 15 വിധം, പട്ടക്കര കൊട്ടാരൻ പലേമാതിരിയിലുള്ള മുണ്ടുകളിൽ 10-20, പലേമാതിരി മോതിരങ്ങൾ അനവധി, ശുദ്ധ കട്ടി വെള്ളി കൊണ്ടുണ്ടാക്കി സ്വർണ്ണക്കുമിഴടിച്ച വിശേഷമായ ഒരു ചെല്ലം, സ്വർണം കൊണ്ടുള്ള ചെറിയ വെറ്റില ചുരുളുകൾ, വെള്ളിപ്പിടി മൊന്ത, വെള്ളി ചങ്ങലവട്ട, വെള്ളി അടപ്പൻ, മാലയായി കഴുത്തിൽ കൂടിയിടുന്ന സ്വർണ്ണച്ചങ്ങലയോട് കൂടിയുള്ള സ്വർണ്ണഗടിയാൾ, നീരാളക്കുപ്പായങ്ങൾ, തൊപ്പികൾ, സ്വർണം കൊണ്ടുള്ള കുറിപ്പാത്രം, സ്വർണ്ണക്കൂടുള്ള കണ്ണാടി, സ്വർണം കൊണ്ടുള്ള പനിനീർ വീശി, അത്തർകുപ്പികൾ മുതലായുള്ള പലവിധ സാമാനങ്ങൾ ഒരു മേശമേൽ നിരത്തി വച്ചിരിക്കുന്നു. നമ്പൂരിപ്പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, രാഘവ, ശങ്കര, കോമാ, രാമ, കൊശവന്മാരെ, ഉറക്കാണ്. കള്ളന്മാർ ഒരു മനുഷ്യരെങ്കിലും കളിക്കും കൂടി വന്നിട്ടില്ല എന്നും മറ്റും വിളിച്ചും പറഞ്ഞും കൊണ്ട് കൂട്ടിലിട്ട മേരുപോലെ പത്തായപ്പുര മാളികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കലശൽ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറുശ്ശേരി നമ്പൂരി ചെന്നത്. സൂരി നമ്പൂരിപ്പാട്: നല്ല ശിക്ഷ. ചെറുശ്ശേരിയെ തന്നെയാണ് കാര്യസ്ഥനാക്കേണ്ടത്. നോക്കൂ, പുറപ്പെടേണ്ടേ? എന്ത് കഥയാണിത്? ഇനി അവിടെ എത്തിയാൽ ഉറങ്ങാമല്ലോ. ചെറുശ്ശേരിക്ക് ധാരാളം ഇടയുണ്ടല്ലോ. ചെറുശ്ശേരി: ഇതെന്തൊരു കഥയാണ്! ഈ അർദ്ധരാത്രിക്ക് ഈ ചീത്ത വഴിയിൽ കൂടി 3.5 കാതം വഴി പോകുന്നത് മഹാപ്രയാസമല്ലേ? വെളിച്ചായിട്ട് പുറപ്പെടാമെന്നല്ലേ നിശ്ചയിച്ചിരുന്നത്? ചെറുശ്ശേരിയോടൊരു ശുഭകാര്യത്തെക്കുറിച്ച് എത്ര ഉത്സാഹിച്ച് പറഞ്ഞാലും അത് അശുഭമാക്കി തീർക്കും. ഇപ്പോൾ പുറപ്പെടണം. ഈ നിമിഷം പുറപ്പെടണം. ചെറുശ്ശേരിക്ക് മഞ്ചലിൽ കിടന്ന് ഉറങ്ങാമല്ലോ. വഴിയുടെ ദുർഘടം അമാലന്മാർക്കല്ലേ? നല്ല ദീപേഷ്ടി ഒരു 4 ആൾ പിടിക്കട്ടെ. ഇപ്പോൾ പുറപ്പെടണം, സംശയമില്ല. ചെറുശ്ശേരി നമ്പൂരിക്ക് അപ്പോൾ പുറപ്പെടാൻ നന്നേ മടിയുണ്ട്. വളരെ കുന്നുകളും 2 കടവുകളും കടക്കാനുണ്ട്. ഇനി അതൊന്നും ഈ കമ്പക്കാരനോട് പറഞ്ഞിട്ട് ഫലമില്ല എന്ന് ചെറുശ്ശേരി നമ്പൂരിക്ക് തോന്നി. എന്താണ് ഈ രാത്രിയത്തെ യാത്ര മുടക്കാൻ തക്കതായ ഒരു വിദ്യ എടുക്കുന്നത് എന്ന് കുറേ ആലോചിച്ചപ്പോൾ സമർത്ഥനായ നമ്പൂരിക്ക് ഒരു സംഗതി കണ്ടുകിട്ടി. ഇരിക്കട്ടെ, ഈ കമ്പത്തിന് ഇന്ന് രാത്രി പുറപ്പെടാൻ സമ്മതിക്കുകയില്ല എന്ന് ഉറച്ച് വേഗം നമ്പൂരിപ്പാടോട് മറുപടി പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ. ഇപ്പോൾ തന്നെ പുറപ്പെടുക. അത്രയേ വേണ്ടൂ. ഞാൻ തയ്യാർ. നമ്പൂരിപ്പാട്ടിലേക്ക് സന്തോഷമായി. കൂക്കിവിളിയും കലശൽ കൂട്ടലും ഒന്ന് മുറുകി. ചെണ്ടയും മദ്ദളവും മുറ്റത്ത് വെച്ച് അടിച്ചു പൊളിക്കുന്നതിൻ്റെ ഇടയിൽ അന്യോന്യം വിളിച്ചാലും പറഞ്ഞാലും കേൾക്കാൻ ബഹുപ്രയാസമെങ്കിലും ആ സമയം പത്തായപ്പുര മാളികയിൽ നിന്ന് ഇങ്ങോട്ടും മാളികയിലേക്ക് അങ്ങോട്ടും ബാല്യക്കാരും കാര്യസ്ഥന്മാരും യാത്രയ്ക്കൊരുക്കാൻ ഓടുന്നതും ചാടുന്നതും കണ്ടാൽ മനയ്ക്ക് എങ്ങാണ്ട് തീ പിടിച്ചിട്ടുണ്ടോ എന്ന് കാണുന്നവർ ശങ്കിക്കും.
അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുശ്ശേരി നമ്പൂരി ഈ വിശേഷ സാമാനങ്ങൾ മേശമേൽ വെച്ചത് നോക്കാൻ അടുത്തു ചെന്നു. നമ്പൂരിപ്പാട്ടിലേക്ക് ഇത് ബഹു സന്തോഷമായി. തൻ്റെ തുപ്പട്ടകളെയും ആഭരണങ്ങളെയും ചെല്ലപ്പെട്ടികളെയും മറ്റും കുറിച്ച് ആരെങ്കിലും കണ്ട് ആശ്ചര്യപ്പെടുന്നതും സ്തുതിക്കുന്നതും എല്ലായ്പ്പോഴും ഇദ്ദേഹത്തിന് ബഹു സന്തോഷവും തൃപ്തിയുമായിരുന്നു. ചെറുശ്ശേരി, അത് നോക്കൂ, ആ വെള്ളിച്ചെല്ലം. ഇത് മുമ്പ് ചെറുശ്ശേരി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. 1000 പ്രാവശ്യം ചെറുശ്ശേരി ഈ ചെല്ലം കണ്ടിട്ടുണ്ട് എങ്കിലും എനിക്ക് കണ്ടതായി നല്ല ഓർമ്മ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പണി വിശേഷം തന്നെ. ഈ ദിക്കിൽ പണിയെടുത്തതോ? ചെല്ലം യഥാർത്ഥത്തിൽ അവിടെ സമീപം ഒരു തട്ടാൻ പണിയെടുത്തതാണ്. അത് ചെറുശ്ശേരി അറിയും. എങ്കിലും താൻ ചെയ്ത ചോദ്യം നമ്പൂതിരിപ്പാട്ടിലേക്ക് ബഹു സന്തോഷകരമായിരിക്കുമെന്ന് വിചാരിച്ച് ചോദിച്ചതായിരുന്നു. നമ്പൂരിപ്പാട്: അല്ല, ഇവിടെ പണിയെടുത്തതല്ല. ഈ ദിക്കിൽ ഇങ്ങനെ ആര് പണിയെടുക്കും? മൈസൂർക്കാരൻ ഒരു മുതല എനിക്ക് സമ്മാനമായി തന്നതാണ്, മലവാരം പാട്ടത്തിന് കൊടുത്തപ്പോൾ. മൈസൂർക്കാരൻ ഒരു മുതലയോ? അതെ, ഒരു മുതല. മുതല എന്നാണ് അവനെ പറയാറ്. മുതലിയാരായിരിക്കും. മുസലിയാര് എന്നും പറയും. ആ മീതെ വെച്ച തുപ്പട്ട ഒന്ന് നോക്കൂ, ബഹുവിശേഷമാണ്. ബംക്രാസ എന്ന് പറയുന്ന ദിക്കിലുണ്ടാക്കുന്നതാണ്. ബഹു വില പിടിച്ചതാണ്. എനിക്കത് മേഘദന്തൻ എന്ന പേരായി ഏലമല പാട്ടത്തിന് വാങ്ങിയ ഒരു സായിപ്പ് നെയ്യിച്ച് വരുത്തി തന്നതാണ്. ചെറുശ്ശേരി തുപ്പട്ട എടുത്ത് നോക്കി അത്യാശ്ചര്യഭാവത്തോടെ. ഇതെവിടെ നെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്? ബംക്രാസ എന്ന് പറയുന്ന രാജ്യത്ത്. ആ രാജ്യം എവിടെയോ? അത് വിലായത്തിയിൽ നിന്നും പിന്നെയും ഒരു 10,000 നാഴിക തെക്ക് പടിഞ്ഞാറാണത്രേ. ആ ദിക്കിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണെന്ന് മേഘദന്തൻ എന്നോട് പറഞ്ഞു. തുപ്പട്ട നോക്കി വെച്ച ശേഷം ചെറുശ്ശേരി പതുക്കെ സ്വർണ്ണക്കണ്ണാടി എടുത്ത് അത്യാശ്ചര്യത്തോടെ നോക്കി വിശേഷമായ കണ്ണാടി എന്ന് പറഞ്ഞു. അത് കൊച്ചി ഇളയ രാജാവ് തൃശ്ശൂരിൽ വെച്ച് കഴിഞ്ഞ കൊല്ലം പൂരത്ത് നാൾ എനിക്ക് സമ്മാനമായി തന്നതാണ്. കഴിഞ്ഞ കൊല്ലം പൂരത്തിന് നമ്പൂരിപ്പാട് പോയിട്ടില്ലെന്ന് ചെറുശ്ശേരിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെറുശ്ശേരി: വിശേഷമായ കണ്ണാടി തന്നെ എന്ന് പറഞ്ഞ് കണ്ണാടി അവിടെ വെച്ചു. കൈകൊണ്ട് തൻ്റെ താടിയൊന്ന് തടവി ഒരു മന്ദഹാസം ചെയ്തു. നമ്പൂരി: എന്താ ചെറുശ്ശേരി ഒന്ന് ചിരിച്ചത്? വിശേഷിച്ചൊന്നുമില്ല. ഹേ, പറയൂ, എന്താ ചിരിച്ചത്? പറയൂ പറയൂ. സാരമില്ല, പറയാൻ മാത്രം ഒന്നുമില്ല. ക്ഷൗരം ഇന്നലെ കഴിച്ച് കളയാമായിരുന്നു, അത് കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ ഈ യാത്രയിൽ അതിനെക്കുറിച്ച് അത്ര ആലോചിപ്പാനില്ലല്ലോ. ക്ഷൗരവും മറ്റും ചെയ്ത് സുന്ദരനായി പുറപ്പെടേണ്ടത് ഇന്ദുലേഖയുടെ ഭർത്താവല്ലേ. കൂടെയുള്ളവർ എങ്ങനെ പുറപ്പെട്ടാലും വിരോധമില്ലല്ലോ എന്നോർത്ത് ചിരിച്ചു, അത്രയേ ഉള്ളൂ. ചെറുശ്ശേരി നമ്പൂരിയേക്കാൾ അധികം ദിവസമായിരിക്കുന്നു നമ്പൂരിപ്പാട് ക്ഷൗരം ജയിച്ചിട്ട്. കുറേശ്ശെ നരച്ച രോമങ്ങളുമുണ്ട്. ഇത് കണ്ടിട്ടാണ് ചെറുശ്ശേരി ഈ പ്രസ്താവമുണ്ടാക്കിയത്. നമ്പൂരിപ്പാട് ഉടനെ കണ്ണാടി എടുത്ത് നോക്കി. അല്ല, ശിക്ഷ. കാര്യം ശുദ്ധകമ്പം തന്നെ. ചെറുശ്ശേരി ഓർമ്മയാക്കിയത് നന്നായി. അബദ്ധം പറ്റുമായിരുന്നു. ശിവ ശിവ, നരകൂടിയുണ്ട്. ഞാൻ വയസ്സനായി ചെറുശ്ശേരി. അത് മാത്രം ഞാൻ സമ്മതിക്കില്ല. എന്നാലും ക്ഷൗരം വേണ്ടേ? അത് മനസ്സ് പോലെ. വിളക്കത്ത് വെച്ച് ഇപ്പോൾ തന്നെ ചെയ്യിച്ചാലോ? രാത്രി ക്ഷൗരം വിധിച്ചിട്ടില്ല. വിശേഷിച്ചും നോമൊരു ശുഭകാര്യത്തിന് പോകുന്നതല്ലേ. അത് വയ്യ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ക്ഷൗരം വേണ്ടെന്ന് വെച്ചാലും കൊള്ളാം. അത് പാടില്ല. എന്നാൽ വെളിച്ചായി ക്ഷൗരം കഴിഞ്ഞിട്ട് പുറപ്പെടാനേ പാടുള്ളൂ. ക്ഷൗരം കഴിഞ്ഞാൽ കുളിക്കാതെ പുറപ്പെടാൻ പാടുണ്ടോ? കുളിക്കാതെ പുറപ്പെടരുത്. കുളിച്ച് പുറപ്പെടാം. എന്നാൽ പ്രാതൽ കൂടി കഴിഞ്ഞിട്ടല്ലേ നല്ലത്? അങ്ങനെ തന്നെ. എന്നാൽ ഞാൻ അതിനെല്ലാം ഷട്ടം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെറുശ്ശേരി സന്തോഷത്തോടുകൂടി താഴത്തേക്ക് പോന്നു. നമ്പൂരിപ്പാട് കുറേ മൗഢ്യത്തോടെ ഉറങ്ങാൻ അറയിലേക്കും പോയി. പിറ്റേ ദിവസം രാവിലെ നിശ്ചയിച്ച പ്രകാരം പ്രാതലും കഴിഞ്ഞ്
ഏകദേശം 8:30 മണി സമയം നമ്പൂരിപ്പാടും ചെറുശ്ശേരിയും പരിവാരങ്ങളും കൂടി പുറപ്പെട്ടു. രാവിലെ കുളിക്കാനെത്തുമെന്ന് അറിയിച്ച പ്രകാരം രണ്ടാമതും അതിഘോഷമായി സദ്യയ്ക്ക് വട്ടം കൂട്ടി പഞ്ചുമേനോനും കേശവൻ നമ്പൂരിയും കൂടി ഏകദേശം 12 മണിവരെ കുളിക്കാതെ കാത്തുനിന്നു. ഒടുക്കം പഞ്ചുമേനോന് കുറേശ്ശെ ദേഷ്യം വന്നു തുടങ്ങി. പഞ്ചുമേനോൻ: എന്താ തിരുമനസേ ഇത് കഥ? ഞാൻ കുളിപ്പാൻ പോകുന്നു. ഈ നമ്പൂരിപ്പാട്ടെന്ന് ഒരു സ്ഥിരതയില്ലാത്തയാളാണെന്ന് തോന്നുന്നു. കേശവൻ നമ്പൂരി: ഛീ, കഷ്ടം. ഇത്ര സ്ഥിരതയുണ്ടായിട്ട് ഞാനൊരു മനുഷ്യനെയും കണ്ടിട്ടില്ല. അവിടുത്തെ കാര്യങ്ങളുടെ അവസ്ഥ ഒന്നറിഞ്ഞാൽ ഇങ്ങനെ പറവാൻ സംഗതിയില്ല. ശിവശിവ, അവിടെ എന്ത് തിരക്കാണ്! മനയ്ക്കൽ പോയി നോക്കിയാലേ അറിയാൻ പാടുള്ളൂ. മലവാരം വിചാരിപ്പ്, ആന വിചാരിപ്പ്, പാട്ടം വിചാരിപ്പ്, പൊളിച്ചെഴുത്ത് വിചാരിപ്പ്, ഇങ്ങനെ പല വകയായുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. പരമേശ്വര, അദ്ദേഹം ഒരുത്തനല്ലാതെ ഇതാര് നിവർത്തിക്കും? ഈയിടെ സ്വർണം കൊണ്ടൊരു ആനച്ചങ്ങല പണിയിച്ചിരിക്കുന്നു. ബഹുവിശേഷം കണ്ടാൽ. സ്വർണം കൊണ്ട് കട്ടിയായിട്ടോ? സ്വർണം കൊണ്ട് കട്ടിയായിട്ട്, അതെ. ദ്രവ്യശക്തി തന്നെ, ദ്രവ്യശക്തി തന്നെ. ഈ പെണ്ണ് എന്തൊക്കെയാണ് നമ്മളെ വഷളാക്കുവാൻ പോകുന്നത് എന്നറിഞ്ഞില്ല. ആ ഭ്രമം വേണ്ട. നമ്പൂരിയുമായി അരനാഴിക ഒന്ന് സംസാരിക്കട്ടെ. എന്നാൽ ഇന്ദുലേഖ തന്നെ നമ്മളോട് ഈ കാര്യം നടത്തണമെന്ന് പറയും. ശരി ശരി, എന്നാൽ ഒരു ദുർഘടവുമില്ല. തിരുമനസ്സിലെ ഈ വാക്ക് കേൾക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പിന്നെയും സന്തോഷമാവുന്നത്. ശരി, ഞാനിനി കുളിക്കട്ടെ. തിരുമനസ് കുറെ കൂടി താമസിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തന്നെ. കേശവൻ നമ്പൂരിയുടെ വാക്ക് പഞ്ചുമേനോന് വളരെ സുഖത്തെ കൊടുത്തു. നമ്പൂരിപ്പാടുമായി അരനാഴിക ഇന്ദുലേഖ സംസാരിച്ചാൽ നമ്പൂരിപ്പാടിനെ ഭർത്താവാക്കും. ശരി, ഇത് തന്നെ നല്ല വിദ്യ. തനിക്ക് ഒരു ഭാരവുമില്ല. തനിക്കും കേശവൻ നമ്പൂരിക്കും ഈ കാര്യം നടത്തണമെന്ന് താൽപ്പര്യം. പെണ്ണിന് അല്പം ഷാഠ്യം. അത് നമ്പൂരിപ്പാടുമായി കണ്ടാൽ തീരും എന്ന് തീർച്ചയായി കേശവൻ നമ്പൂരി പറഞ്ഞു. അതുകൊണ്ട് എഴുത്തയച്ചു. ഷാഠ്യം കളഞ്ഞ് ഭാര്യയാക്കി എടുത്തോട്ടെ. ഷാഠ്യം തീർന്നില്ലെങ്കിൽ തനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്പൂരിപ്പാട് കൊള്ളരുതാഞ്ഞിട്ട് ഷാഠ്യം തീർന്നില്ലെന്ന് താൻ പറയും. അല്ലാതെ എന്ത്? മാധവന് ഈ പെണ്ണിനെ കൊടുക്കുകയില്ലെന്നാണ് ഞാൻ സത്യം ചെയ്തത്. നമ്പൂരിപ്പാട്ടിലേക്ക് കൊടുക്കും എന്ന സത്യം ചെയ്തിട്ടില്ല. നമ്പൂരിപ്പാട്ടിലേക്ക് സാധിക്കുമെങ്കിൽ അയാൾ ഭാര്യയാക്കിക്കോട്ടെ. ഇല്ലെങ്കിൽ വേറെയാളെ അന്വേഷിക്കണം. അല്ലാതെ എന്താണ്? ഇങ്ങനെയായിരുന്നു പഞ്ചുമേനോൻ കുളിപ്പാൻ പോകുമ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചതും സന്തോഷത്തോടുകൂടി ഉറച്ചതും. എന്നാൽ കേശവൻ നമ്പൂരിയോട് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞ് വെളിവായി ധരിപ്പിക്കണം, എന്നാലേ തീർച്ചയാവുള്ളൂ എന്ന് വിചാരിച്ച് പല്ലുതേപ്പ് കഴിഞ്ഞ ഉടനെ മടങ്ങി പൂമുഖത്തേക്ക് തന്നെ വന്നു. കേശവൻ നമ്പൂരി പട്ടിണി കിടന്ന് പല്ലെളിഞ്ഞ് ഇരിക്കുന്നത് കണ്ടു. കേശവൻ നമ്പൂരി: എന്താ കുളിക്കാതെ മടങ്ങിയത്? പഞ്ചുമേനോൻ: ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒന്നുകൂടി പറയുവാനുണ്ട്. അടിയന്തിരമായി ഗോവിന്ദൻകുട്ടിയോട് ഒന്ന് പറയുവാനുണ്ട്. ഗോവിന്ദൻകുട്ടി മേനോനെ വിളിച്ച് അടുക്ക് നിർത്തി. കുട്ടനോട് ഞാൻ ഇന്നലെ ഇന്ദുലേഖയുടെ ഒരു സംബന്ധത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അതിൻ്റെ കാര്യം കൊണ്ട് കേശവൻ നമ്പൂരിയോട് നിന്റെ മുമ്പാകെ എനിക്കൊന്നുകൂടി പറയുവാനുണ്ട്. ഇന്ദുലേഖയെ ഞാൻ മാധവന് കൊടുക്കുകയില്ലെന്ന് മാത്രമേ സത്യം ചെയ്തിട്ടുള്ളൂ. നമ്പൂരിപ്പാട്ടിലേക്ക് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്പൂരിപ്പാട്ടെന്ന് വന്ന് കണ്ട് അവൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഈ സംബന്ധം നടത്തുന്നതല്ലാതെ ഇന്ദുലേഖയുടെ മനസ്സിന് വിരോധമായി നമ്പൂരിപ്പാടെക്കൊണ്ട് തന്നെ സംബന്ധം നടത്താൻ ഞാൻ ആളല്ലെന്ന് മുമ്പേ തന്നെ ഞാൻ കേശവൻ നമ്പൂതിരിയെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ നമ്പൂരിപ്പാട്ടിലേക്ക് ഉത്തരവാദിയല്ല. ഇത് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു. കുട്ടൻ്റെ മുമ്പാകെ പറയുന്നു. കേശവൻ നമ്പൂരി: സകലത്തിനും ഞാൻ ഉത്തരവാദി. നമ്പൂരിപ്പാട് ഇവിടെ എത്തേണ്ട താമസം അത്രയേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞത് കേട്ട് സന്തോഷത്തോടുകൂടി വൃദ്ധൻ പിന്നെയും കുളിപ്പാൻ പോയി. ഗോവിന്ദമേനോൻ കേശവൻ നമ്പൂരിയോട്: നേരം 1:30 മണിയായല്ലോ.
എന്തിനാണ് തിരുമനസ്സിന്ന് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? കേശവൻ നമ്പൂരി: ഇല്ല, ഇപ്പോഴെത്തും. അതാ കേൾക്കുന്ന ഒരു മൂളക്കം ഇല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മേനോൻ അകത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഘോഷത്തെക്കുറിച്ച് പറയുവാൻ പ്രയാസം. പല്ലക്കിന് 8 ആൾ മഞ്ചലിന് 6 ആൾ എടുത്തു വരുന്നവരും മാറ്റിക്കൊടുപ്പാൻ ഒന്നിച്ച് നടക്കുന്നവരും ഒന്നായിട്ട് മൂളണം എന്നാണ് കൽപ്പന. 14 പേരുകൂടി ഒരേ ശബ്ദത്തിൽ മൂളാൻ 2-4 ആൾ മുമ്പിൽ നിന്ന് ഹേ ഹേ ഹൂ ഹോ ഹോ എന്ന ചില ശബ്ദങ്ങൾ. ഈ നിലവിളി നമ്പൂരിപ്പാട്ടിലേക്കുള്ള രാജചിഹ്നമാണത്രേ. ഇങ്ങനെ ഘോഷത്തോടു കൂടിയാണ് പല്ലക്ക് മിറ്റത്ത് എത്തിയത്. ചെറുശ്ശേരി നമ്പൂരി പടിക്കൽ നിന്ന് തന്നെ മഞ്ചലിൽ നിന്ന് ഇറങ്ങി. എങ്കിലും ആ മഞ്ചൽക്കാരും മിറ്റത്തോളം മൂളിക്കൊണ്ട് തന്നെ വന്നു. പഞ്ചുമേനോൻ്റെ തറവാട്ട് വീട്ടിലും സ്വന്തം മാളികയിലും താമസിക്കുന്ന അബാലവൃദ്ധം ഇന്ദുലേഖയും ഗോവിന്ദൻകുട്ടി മേനോനും ഒഴികെ അബാലവൃദ്ധം ഒരു പടയോ മറ്റോ വരുമ്പോൾ ഉള്ള തിരക്കുപോലെ തിരക്കി ഓരോ ദിക്കിൽ ഓരോരുത്തർക്ക് കഴിയും പോലെയും കിട്ടും പോലെയും ഉള്ള സ്ഥലത്ത് നിന്ന് കണ്ണ് പറിക്കാതെ ഈ വരവ് നോക്കി തന്നെ നിന്നുപോയി. വീട്ടിലുള്ള സ്ത്രീകൾ മാളികകളുടെ മുകളിലുള്ള ജാലകങ്ങളിൽ കൂടി തിക്കി തിരക്കിട്ട് അങ്ങനെ. പുരുഷന്മാർ യജമാനന്മാർ സകലവും ബദ്ധപ്പെട്ട് ഉണ്ണാതെ എതിരേൽക്കാൻ വന്ന് പഞ്ചുമേനവനെ മുൻനിർത്തി പൂമുഖത്ത് ഒരു തിരക്ക്. കേശവൻ നമ്പൂരി എതിരേറ്റ് പല്ലക്കിൽ നിന്ന് ഇറക്കുവാൻ മിറ്റത്തിറങ്ങി നിന്നുകൊണ്ട്. കാര്യസ്ഥന്മാർ ഭൃത്യവർഗങ്ങൾ മിറ്റത്തെ തിക്കും തിരക്കിയും അടുക്കളപ്പണിക്കാർ അടുക്കളയിലെ ജാലകങ്ങൾ കൂടിയും ചുമരിലുള്ള ചില ദ്വാരങ്ങളിൽ കൂടിയും കണ്ണു മാത്രം പുറത്താക്കിയിട്ട് അങ്ങനെ. വൃഷളവർഗം ചില വാഴകൾ മറഞ്ഞിട്ടും വേലി മറഞ്ഞിട്ടും ഏന്തി വലിഞ്ഞും മറ്റും എത്തി നോക്കിക്കൊണ്ട് അങ്ങനെ. ഈ ആഘോഷ ശബ്ദവും ആട്ടും വിളിയും കേട്ട് ഊട്ടുപുരയിൽ ഊണുകഴിച്ച് വെയിൽ താണിട്ട് പുറപ്പെടാൻ നിശ്ചയിച്ച് കിടന്നുറങ്ങുന്ന വഴിയാത്രക്കാർ ബ്രാഹ്മണർ ആ സകലവും ഞെട്ടി ഉണർന്ന് ഓടി കുളത്തുവക്കത്തും പടിയിലും കയറി ഇരിക്കാൻ പാടുള്ള സകല സ്ഥലങ്ങളിലും വഴിയുടമയും കെട്ടിക്കൊണ്ട് എന്നടാ ഇത്, യാരടാ ഇത്, ഭൂകമ്പമായിருக்கு ഇങ്ങനെ ചോദിച്ചും കൊണ്ട് ഒരേ തിരക്ക് അങ്ങനെ. എന്നു വേണ്ട, ചെമ്പാഴിയോട്ട് പൂവള്ളി വീട്ടിന് സമീപവാസികളായ എല്ലാവരും ഒരു ഭൂകമ്പമുണ്ടായാൽ എങ്ങനെയോ അതുപോലെ ഒന്നിച്ചുപോയി. പല്ലക്ക് മിറ്റത്തെത്തിയ ഉടനെ കേശവൻ നമ്പൂരി അതിൻ്റെ വാതിൽ തുറന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വർണവിഗ്രഹം പുറത്തേക്ക് ചാടി. അതെ, സ്വർണവിഗ്രഹം, സ്വർണവിഗ്രഹം തന്നെ. തല മുഴുവൻ സ്വർണവർണ്ണ തൊപ്പി, ശരീരം മുഴുവൻ സ്വർണവർണ്ണ കുപ്പായം, ഉടുത്ത പട്ടക്കര മുഴുവൻ സ്വർണം, കാലിൽ സ്വർണക്കുമിഴുള്ള മെതിയടി, കൈവിരൽ 10ലും സ്വർണമോതിരങ്ങൾ. പോരാത്തതിന് സർവം സ്വർണമയമായ ഒരു തുപ്പട്ട കുപ്പായത്തിൻ്റെ മീതെ പൊതച്ചിട്ട് കയ്യിൽ കൂടെ കൂടെ നോക്കാൻ ചെറിയ ഒരു സ്വർണത്തിൻ്റെ കണ്ണാടി. സ്വർണം സ്വർണം സർവം സ്വർണം. 1.5 മണി വെയിലിൽ നമ്പൂരിപ്പാട് പല്ലക്കിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോൾ ഉണ്ടായ ഒരു പ്രഭയെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഇദ്ദേഹം നിന്നതിൻ്റെ സമീപം ഒരു കോൽ വൃത്തത്തിൽ വെയിൽ സ്വർണപ്രഭയായി മഞ്ഞളിച്ചു തോന്നി. ഇതെല്ലാം കണ്ട ക്ഷണത്തിൽ പഞ്ചുമേനവൻ്റെ മനസ്സിൽ തോന്നിയത്, ഓഹോ, കേശവൻ നമ്പൂരി പറഞ്ഞത് സൂക്ഷ്മം തന്നെ. ഇന്ദുലേഖ നമ്പൂരിയുടെ പിന്നാലെ ഓടും ഓടും, സംശയമില്ല എന്നായിരുന്നു. പല്ലക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അരനിമിഷനേരം ഈ സ്വർണപ്പകിട്ടിൽ മനുഷ്യരുടെ കണ്ണ് ഒന്ന് മഞ്ഞളിച്ചു. ആരും ഒന്നും പറയാതെ നിന്നുപോയി. തൻ്റെ വേഷം കണ്ട് എല്ലാവരും ഭ്രമിച്ചുപോയി എന്ന് നിശ്ചയിച്ച് നമ്പൂരിപ്പാടും വെറുതെ ആ വെയിലത്ത് തന്നെ അരനിമിഷം നിന്നു. വെറുതെ നിന്നു എന്ന് പറവാൻ പാടില്ല. പൂമുഖത്തെ വാതിലിൽ കൂടി ഇന്ദുലേഖ അവിടെ എങ്ങാനും വന്ന് നിൽക്കുന്നുണ്ടോ എന്നറിവാൻ 2-3 പ്രാവശ്യം എത്തി നോക്കുന്ന സമ്പ്രദായത്തിൽ താണു നോക്കി. ഉടനെ പഞ്ചുമേനവനും കേശവൻ നമ്പൂരിയും കൂടി വഴി കാണിച്ചുകൊണ്ട് ഈ സ്വർണ വിഗ്രഹത്തെ പൂമുഖത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന വലിയ ഒരു കസാലയിന്മേൽ ഇരുത്തി. നമ്പൂതിരി: പഞ്ചുവേ, ഞാൻ കേട്ടറിയും. പഞ്ചു: ഇവിടെ എഴുന്നള്ളിയത് അടിയൻ്റെ ഭാഗ്യം. നമ്പൂരി: കറുത്തേടം ഇരിക്കൂ. ചെറുശ്ശേരി എവിടെ? ചെറുശ്ശേരി: ഞാനിവിടെയുണ്ട്. നമ്പൂരി: ഇരിക്കൂ ഇരിക്കൂ, വിരോധമില്ല, ഇരിക്കൂ, ഇരുന്നോളൂ. ചെറുശ്ശേരി: ഇരിക്കാം.
എന്താണ് കറുത്തേടം ഇരിക്കാത്തത്? ഇരിക്കൂ. എഴുന്നള്ളത്ത് കുറേ വഴുകിയത് എന്താണാവോ? കാര്യമറിഞ്ഞില്ല. അമറയത്ത് കഴിഞ്ഞിട്ടില്ലായിരിക്കും. കഴിഞ്ഞു, രാവിലെ കഴിഞ്ഞു. ഒരു മലവാര കാര്യസംഗതിയാൽ വിചാരിച്ച പോലെ പുറപ്പെടാൻ സാധിച്ചില്ല. അസാരം വഴുകി പ്രാതൽ കഴിഞ്ഞ് പുറപ്പെട്ടു. എന്താണ്, താടി കളയിച്ച മലവാര സംഗതിയോ എന്ന് ചെറുശ്ശേരി വിചാരിച്ച് ഉള്ളിൽ ചിരിച്ചു. കാര്യങ്ങളുടെ തിരക്കായിരിക്കുമെന്ന് അപ്പോൾ തന്നെ ഇവിടെ അടിയൻ ഓർത്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇനി നീരാട്ട് കുളിക്ക് താമസിക്കേണ്ട എന്ന് തോന്നുന്നു. പ്രാതലും മറ്റും വളരെ നേരത്തെ കഴിഞ്ഞതല്ലേ. കുളിക്കാൻ താമസമില്ലായിരിക്കും. ഓഹോ, കറുത്തേടം കുളി കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇല്ല. എന്നാൽ ഇനി നമുക്ക് കുളിക്കാൻ പോവുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പുറപ്പെട്ടു. നമ്പൂരിപ്പാട് പൂമുഖത്ത് ഇരിക്കുന്ന മധ്യേ ഒരു 7-8 പ്രാവശ്യം അകത്തേക്ക് എത്തി നോക്കിയിരിക്കുന്നു. അപ്പോൾ കണ്ടതിൽ 1-2 ആളെ ഇന്ദുലേഖയാണോ എന്ന് ശങ്കിച്ചിട്ടുമുണ്ട്. എല്ലാവരും കുളിപ്പാൻ പോയ ശേഷം പഞ്ചുമേനോൻ അകത്ത് വന്ന് ഉണ്ണാനിരുന്നു. പഞ്ചു ഭാര്യയോട്, നമ്പൂരിപ്പാട് വലിയ കേമം തന്നെ കുഞ്ഞുകുട്ടിയമ്മേ. ഞാൻ ഇങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ദുലേഖയുടെ ജാതകം ഒത്ത ജാതകമാണ്. ഇന്നാൾ ആ പണിക്കരെ നോക്കി പറഞ്ഞത് ഒത്തു. ഉടനെ അതികേമനായി ഒരു ഭർത്താവ് ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ദുലേഖ നമ്പൂരിപ്പാട്ടിലെ കണ്ടുവോ? താഴത്തുണ്ടായിരുന്നുവോ? കുഞ്ഞുകുട്ടിയമ്മ, താഴത്ത് വന്നിട്ടില്ല. മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരിക്കണം. നീ അന്വേഷിക്കണം. ലക്ഷ്മിക്കുട്ടി കണ്ടുവോ? കണ്ടു. അവൾ എൻ്റെ കൂടെ കുറേ നേരം അകത്ത് നിന്ന് നോക്കിയിരുന്നു. പിന്നെ അവളുടെ അറയിലേക്ക് പോയി. ഈ സംബന്ധം നടക്കും, നിശ്ചയം തന്നെ. ഈ സംബന്ധം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പുണ്യക്ഷയം. നടക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നടക്കുന്നില്ലെങ്കിൽ ഇതിൽ പരമൊരു കഷ്ടം ഇനി ഞങ്ങൾക്ക് വരേണ്ടതില്ല. എനിക്കൊരു സംശയമില്ല കുഞ്ഞുകുട്ടി, നടക്കും. എനിക്കും അശേഷം സംശയമില്ല. അത്ര ബുദ്ധിയില്ലാത്ത പെണ്ണല്ല ഇന്ദുലേഖ. ആട്ടെ, ഉടനെ അറിയാം. ഇന്ദുലേഖ നിശ്ചയമായി സമ്മതിക്കും എന്ന് തന്നെ എനിക്കുറപ്പായി തോന്നുന്നു. നീ വേഗം പോയി ഇന്ദുലേഖയുമായി ഒന്ന് സംസാരിച്ചു നോക്ക്. എന്നാൽ ഏതാണ്ടറിയാം. ഞാനിതാ പോണു. 10-ാം അധ്യായം. മദിരാശിയിൽ നിന്ന് ഒരു കത്ത്. പഞ്ചുമേനോൻ ഊണ് കഴിഞ്ഞ ഉടനെ ഇന്ദുലേഖ നമ്പൂരിപ്പാട്ടിലെ കണ്ടുവോ എന്നറിവാൻ കുഞ്ഞുകുട്ടിയമ്മ ഇന്ദുലേഖയുടെ മാളികമേൽ പോയി. ചെല്ലുമ്പോൾ ഇന്ദുലേഖ ഒരു തൊപ്പി തുന്നിക്കൊണ്ട് ചാരുപടിയിലിരിക്കുന്നു. മുത്തശ്ശിയെ കണ്ട ഉടനെ എഴുന്നേറ്റ് അടുക്കെ ചെന്നു. മുത്തശ്ശി ഇന്ദുലേഖയെ പിടിച്ച് മാറോട് ചേർത്ത് മൂർധാവിൽ ചുംബിച്ചും കൊണ്ട് പറയുന്നു, മകളെ, നിനക്ക് എല്ലാ ഭാഗ്യവും തികഞ്ഞു വന്നു. എഴുന്നള്ളത്ത് കണ്ടില്ലേ? എന്താണ്, ഇന്ന് അമ്പലത്തിൽ ഉത്സവമുണ്ടായിരുന്നുവോ? എന്നാൽ എന്തേ മുത്തശ്ശി എന്നെ വിളിക്കാഞ്ഞത്? ആന എത്രയുണ്ടായിരുന്നു? വാദ്യമൊന്നും കേട്ടില്ലല്ലോ. അമ്പലത്തിലെ എഴുന്നള്ളത്തല്ല, നമ്പൂരിപ്പാട്ടിലെ എഴുന്നള്ളത്ത്. ഇന്ദുലേഖ മുഖപ്രസാദം കേവലം വിട്ട് വലിയമ്മയുടെ ആലിംഗനത്തിൽ നിന്ന് വേറായി നിന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഈ ഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നീ അറിഞ്ഞില്ലേ? എന്ത് ഘോഷം? ഞാനൊന്നും കണ്ടില്ലല്ലോ. നീ മുകളിൽ വാതിലടച്ച് തുന്നക്കാരുടെ പണിയുമെടുത്ത് കുത്തിയിരുന്നാൽ കാണുമോ? നമ്പൂരിപ്പാട്ടിലെ കാണേണ്ടതാണ്. മഹാസുന്ദരൻ തന്നെ. ഉടുപ്പും കുപ്പായവുമെല്ലാം പൊന്നുകൊണ്ട് കട്ടിയായിട്ടാണ്. എനിക്ക് 60 വയസ്സായി മകളെ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരാളെയും കണ്ടിട്ടില്ല. അമറയത്തിന് പോയിരിക്കുന്നു. കഴിഞ്ഞ ഉടനെ വരും. നിന്നെ കാണാൻ മുകളിൽ വരുമെന്ന് തോന്നുന്നു. ഇന്നാളിവിടെ വന്ന ചെറുശ്ശേരി നമ്പൂരിയും കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്പൂരിപ്പാട്ടിലെ മുമ്പിൽ ഇരിക്കാൻ കൂടി മടിക്കുന്നു. നമ്പൂരിപ്പാട്ടിലെ അവസ്ഥ
പറഞ്ഞുകൂടാ. മനയ്ക്കൽ ആനച്ചങ്ങല കൂടി പൊന്നുകൊണ്ടാണത്രേ. ഇതിൻ്റെ മുകളിലൊക്കെ വെടിപ്പുണ്ടായിരിക്കണേ അദ്ദേഹം വരുമ്പോൾ. ഇതിൻ്റെ മുകളിൽ വെടിപ്പുകേട് ഒരിക്കലും ഉണ്ടാവാറില്ല. എന്തിനാണ് അദ്ദേഹം ഇതിൻ്റെ മുകളിൽ വരുന്നത്? എന്നെ കാണേണ്ട ആവശ്യം എന്താണ് അദ്ദേഹത്തിന്? അദ്ദേഹം മറ്റെന്താവശ്യത്തിന് നമ്മളുടെ വീട്ടിൽ എഴുന്നള്ളുന്നത്? എൻ്റെ മകളുടെ വർത്തമാനം കേട്ടിട്ട് വന്നതാണ്. മകളെ വളരെ നന്നായിട്ടെല്ലാം സംസാരിക്കണേ. എൻ്റെ മകൾക്ക് വലിയ ഭർത്താവ് വന്നു കാണണമെന്ന് ഞാൻ എത്ര കാലമായി കൊതിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്കത് സംഗതി വന്നത്. ഇതുപോലെ ഇനി എൻ്റെ കുട്ടിക്ക് ഒരു ഭാഗ്യം വരാനില്ല. പെണ്ണുങ്ങൾ നന്നായി തീർന്നാൽ അവരുടെ തറവാട് നന്നാക്കണം. നല്ല ഭർത്താവിനെ എടുക്കണം. പണം തന്നെയാണ് മകളെ കാര്യം. പണത്തിന് മീതെ ഒന്നുമില്ല. ഞാൻ കുട്ടിയിൽ കണ്ടാൽ നന്നായിരുന്നു. എത്രയോ സുമരന്മാരായ ആണുങ്ങൾ എനിക്ക് സംബന്ധം തുടങ്ങാൻ ആവശ്യപ്പെട്ടു. എൻ്റെ അച്ഛനും അമ്മയും അതൊന്നും സമ്മതിച്ചില്ല. ഒടുവിൽ നിന്റെ വലിയച്ഛന് എന്നെ കൊടുത്തു. ഞാനായിട്ട് നമ്മളെ വീട്ടിൽ 4 കാശ് സമ്പാദിച്ചു. നമ്മൾക്ക് സുഖമായി കഴിവാൻ മാത്രം സമ്പാദിച്ചു മകളെ. ലക്ഷ്മിക്കുട്ടിക്ക് ഭാഗ്യമില്ലാതെ പോയി. നിന്റെ അച്ഛൻ കുറേ കാലം കൂടി ഇരുന്നിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് വലിയ പണക്കാരായി പോയിരുന്നു. എന്ത് ചെയ്യും, അതിനൊന്നും ഭാഗ്യമില്ല. നമ്മളെ തറവാട്ടിൽ പെൺകുട്ടികൾ എല്ലായ്പ്പോഴും നന്നായിട്ടേ തീരാറുള്ളൂ. എൻ്റെ മകളെപ്പോലെ ഇത്ര നന്നായിട്ട് ഇതുവരെ ആരും തീർന്നിട്ടില്ല. നിനക്ക് ഇപ്പോൾ വന്ന ഭർത്താവിനെ പോലെ നന്നായിട്ട് ഒരു സംബന്ധവും ഇതുവരെ നമ്മളെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഭാഗ്യം എന്ന് പറഞ്ഞത്. അല്ല, നമ്പൂരിപ്പാട് എനിക്ക് സംബന്ധം തുടങ്ങിക്കഴിഞ്ഞുവോ? ഞാനിതറിഞ്ഞില്ലല്ലോ. ഇനി സംബന്ധം കഴിഞ്ഞ പോലെ തന്നെ. ഇത്ര വലിയ ആൾ ഇവിടെ ഇതിനായിട്ട് വന്നിട്ട് ഇനി സംബന്ധം കഴിയാതെ പോവുമോ? എന്താ എൻ്റെ മകൾക്ക് ഭ്രാന്തുണ്ടോ? ഈ നമ്പൂരിപ്പാട് സംബന്ധം തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ആര് തുടങ്ങും? ശരി മുത്തശ്ശി, പറഞ്ഞതെല്ലാം ശരി. ഞാൻ കുറെ കിടന്നുറങ്ങട്ടെ. പകൽ ഉറങ്ങരുത് മകളെ. ഞാൻ ആ പച്ചക്കല്ല് താലിക്കൂട്ടവും കല്ലുവെച്ച തോടകളും എടുത്തുകൊണ്ട് വരട്ടെ. നമ്പൂരിപ്പാട് ഇതിൻ്റെ മുകളിൽ എഴുന്നള്ളുമ്പോൾ എൻ്റെ മകൾ അതെല്ലാം അണിഞ്ഞിട്ട് വേണം അദ്ദേഹത്തെ കാണാൻ. ഞാൻ വേഗം എടുത്തുകൊണ്ടുവരാം. വേണ്ട, ഞാൻ യാതൊരു സാധനവും കെട്ടുകയില്ല. നിശ്ചയം തന്നെ. എനിക്ക് അസാരം ഉറങ്ങിയേ കഴിയുള്ളൂ. എൻ്റെ മകൾ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ശരി, എൻ്റെ മകൾക്ക് ആഭരണമൊന്നും വേണ്ട. നമ്പൂരിപ്പാട് വരുമ്പോൾ നല്ല സന്തോഷമായിട്ടെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല സ്നേഹം തോന്നിക്കണേ എന്നും പറഞ്ഞ് കുഞ്ഞുകുട്ടിയമ്മ താഴത്തേക്ക് ഇറങ്ങിപ്പോയ ഉടനെ ലക്ഷ്മിക്കുട്ടിയമ്മ മുകളിലേക്ക് കയറി വന്നു. ഇന്ദുലേഖയും ലക്ഷ്മിക്കുട്ടിയമ്മയും അന്യോന്യം മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ: നമ്പൂരിപ്പാട്ടിലെ വരവ് ബഹുഘോഷമായി. ആൾ മഹാവിഡ്ഢിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലേക്ക് വരവുണ്ടാവും. വരട്ടെ. ബാന്ധവിക്കണം എന്ന് പറയും. ആരെ? നിന്നെ. വന്ന് കയറിയ ഉടനെയോ? ലക്ഷ്മിക്കുട്ടിയമ്മ ചിരിച്ചുകൊണ്ട്: ഒരു സമയം ഉടനെ തന്നെ എന്ന് പറയും എന്ന് തോന്നുന്നു. മാധവൻ കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല നേരം പോക്കായിരുന്നു. മാധവൻ എന്ന ശബ്ദമാത്ര ശ്രവണത്തിൽ ഇന്ദുലേഖയുടെ മുഖത്ത് പ്രത്യക്ഷമായുണ്ടായ വികാരഭേദങ്ങൾ കണ്ടിട്ട് ലക്ഷ്മിക്കുട്ടിയമ്മ: ഓഹോ, എൻ്റെ കുട്ടി, നിന്റെ പ്രാണൻ ഇപ്പോൾ മദിരാശിയിൽ തന്നെയാണ്, സംശയമില്ല. നിനക്ക് ഇങ്ങനെ ഇരിക്കുന്നതിൽ മനസ്സിന് വളരെ സുഖക്കേടുണ്ടെന്ന് തോന്നുന്നു. ആട്ടെ, ദൈവം ഉടനെ എല്ലാം ഗുണമായി വരുത്തും. ഇന്ദുലേഖ: മനസ്സിന് സുഖക്കേട് അധികമായിട്ടൊന്നുമില്ല. മദിരാശി വർത്തമാനം ഒന്നുമില്ലല്ലോ. ഗോവിന്ദൻകുട്ടി വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. ചെറുശ്ശേരി നമ്പൂരി വന്നിട്ടുണ്ടോ? ഉണ്ട്, അദ്ദേഹവും ഉണ്ണാൻ പോയിരിക്കുന്നു. ഞാൻ പോണു. നമ്പൂരിപ്പാടുമായി യുദ്ധത്തിനൊരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ലക്ഷ്മിക്കുട്ടിയമ്മ താഴത്തേക്ക് പോയി. ചെറുശ്ശേരി നമ്പൂരി വന്നിട്ടുണ്ടെന്ന് കേട്ടത് ഇന്ദുലേഖയ്ക്ക് വളരെ സന്തോഷമായി. തമ്മിൽ 5-6 ദിവസത്തെ പരിചയമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഇന്ദുലേഖയ്ക്കും മാധവനും
ഈ നമ്പൂരി അതിസമർത്ഥനും രസികനും ആണെന്ന് ബോധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ദുലേഖയ്ക്ക് അല്പം ഒരു സുഖക്കേടും തോന്നി. അന്ന് ചെറുശ്ശേരി നമ്പൂരിയെ കണ്ടപ്പോൾ മാധവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. താനും മാധവനും തമ്മിൽ ഉണ്ടായി വരാൻ പോകുന്ന സ്ഥിതിയെ ഇദ്ദേഹം നല്ലവണ്ണം അറിഞ്ഞിട്ടും അതിൽ ഇദ്ദേഹം സന്തോഷിച്ചിട്ടും ഉണ്ടെന്ന് ഇന്ദുലേഖയ്ക്ക് അറിവുണ്ട്. ഈ നമ്പൂരിപ്പാട് ഇപ്പോൾ ഉദ്ദേശിച്ചു വന്ന കാര്യവും ഇയാൾക്ക് മനസ്സിലാവാതിരിക്കാൻ പാടില്ല. ഇതിൽ നമ്പൂരിക്ക് തൻ്റെ മേൽ ഒരു പുച്ഛം തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സുഖക്കേടുണ്ടായത്. നമ്പൂരിപ്പാട് ഉദ്ദേശിച്ചു വന്ന കാര്യത്തിൻ്റെ തീർച്ചയിൽ ഈ പുച്ഛം തീരുമെന്ന് താൻ തന്നെ സമാധാനിച്ച് അകായിൽ പോയി ഉറങ്ങാൻ ഭാവിച്ച് കിടന്നു. ഒരു 4-8 നിമിഷം കഴിഞ്ഞപ്പോൾ തൻ്റെ ദാസി അമ്മു ഒരു കടലാസം കയ്യിൽ പിടിച്ച് കയറി വരുന്നത് കണ്ടു. എന്താ അമ്മു അത്? ഇത് എഴുത്താണ്, മദിരാശിയിൽ നിന്ന് വന്നതാണ്. കുട്ടൻ മേനവൻ യജമാനൻ ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുത്ത് ഇന്ദുലേഖയുടെ വശം കൊടുത്തു. ഇന്ദുലേഖ കുറേ ഭ്രമത്തോടെ എഴുത്തു വാങ്ങി എഴുന്നേറ്റ് വായിച്ചു. 2 എഴുത്തുക്കളുണ്ടായിരുന്നു. ഒന്ന് തുറന്നിരിക്കുന്നു. അതിൻ്റെ തർജ്ജമ താഴെ എഴുതുന്നു: കുട്ടൻ ഇവിടെ നിന്ന് പോയ ദിവസം രാത്രി 8 മണിക്ക് എന്നെ സെക്രട്ടേറിയറ്റിൽ നിശ്ചയിച്ചതായി ഗിൽഫാം സാഹിബിൻ്റെ ഒരു കത്ത് കിട്ടി. ഞാൻ ഇന്ന് ഉദ്യോഗത്തിൽ പ്രവേശിച്ചു. കുട്ടനും മറ്റും സുഖക്കേട് ഒന്നുമില്ലായിരിക്കും. ഞാൻ മറ്റന്നാളത്തെയോ 4 നാളത്തെയോ വണ്ടിക്ക് ഒരാഴ്ച കൽപ്പന എടുത്ത് അങ്ങോട്ട് വരും. ഇതിൽ അടക്കം ചെയ്ത എഴുത്തുകൾ അച്ഛനും മാധവിക്കും കൊടുപ്പാൻ അപേക്ഷ. ഇത് വായിച്ചയുടനെ ഇന്ദുലേഖയ്ക്കുണ്ടായ ഒരു സന്തോഷം ഞാൻ എങ്ങനെ എഴുതി അറിയിക്കുന്നു? പ്രയാസം. സന്തോഷാശ്രു താനേ കണ്ണിൽ നിറഞ്ഞു. പിന്നെ തനിക്കുള്ള എഴുത്ത് പൊളിച്ച് വായിച്ചു. ആ എഴുത്ത് ഞാൻ പരസ്യമാക്കാൻ വിചാരിക്കുന്നില്ല. ഇന്ദുലേഖ ആ എഴുത്തിനെ വായിച്ച ശേഷം ചില ഗോഷ്ഠി കാണിച്ചതും എഴുതണ്ട എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ആലോചിച്ചതിൽ ഇന്ദുലേഖയോടുള്ള ഇഷ്ടം നിമിത്തം കഥ ശരിയായി പറയാതിരിക്കുന്നത് വിഹിതമല്ലെന്ന് അഭിപ്രായപ്പെടുന്നതിനാൽ എഴുതാൻ തന്നെ നിശ്ചയിക്കുന്നു. മാധവൻ്റെ എഴുത്ത് വായിച്ച ശേഷം ആ എഴുത്തിനെ 2-4 പ്രാവശ്യം ഇന്ദുലേഖ ചുംബിച്ചു. താക്കോലെടുത്ത് എഴുത്തുപെട്ടി തുറന്ന് 2 കത്തുകളും അതിൽ വെച്ച് പൂട്ടി പുറത്തേക്ക് വന്നു. ഗോവിന്ദൻകുട്ടി മേനവൻ ചായ കുടിച്ചുവോ എന്നറിഞ്ഞു വരുവാൻ അമ്മുവെ പറഞ്ഞയച്ചു. അമ്മു ഗോവിന്ദൻകുട്ടി മേനവൻ്റെ അറയിൽ പോയി അന്വേഷിച്ചു. ചായ കുടിച്ചു എന്ന് ഗോവിന്ദൻകുട്ടി മേനവൻ മറുപടി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് ഇന്ദുലേഖയോട് പറയൂ എന്നും പറഞ്ഞയച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ മാധവന് ഉദ്യോഗമായ വിവരം ഗോവിന്ദൻകുട്ടി മേനവൻ പറഞ്ഞു കേട്ട് സന്തോഷത്തോടുകൂടി മുകളിലേക്ക് കയറി വന്ന് ഇന്ദുലേഖയെ കണ്ടു. മകളുടെ അപ്പോഴത്തെ ഒരു സന്തോഷം കണ്ട് അതിൽ തനിക്കും വളരെ സന്തോഷമായി. ജയിച്ചു ഇല്ലേ? ഈശ്വരാധീനം, ഇത്ര വേഗം ഉദ്യോഗമായത്. അപ്പോൾ ശപഥമോ? അതിരിക്കട്ടെ, ഞാനിനി ഉടനെ മദിരാശിക്ക് പോവും അമ്മേ. അമ്മയ്ക്ക് വിരോധമില്ലല്ലോ. എൻ്റെ മകൾ മാധവനോടുകൂടെ ഏത് ദിക്കിൽ പോയാലും എനിക്ക് വിരോധമില്ല. സാധുക്കളെ, നിങ്ങൾ 2 പേരും എത്ര ദിവസമായി കുഴങ്ങുന്നു. എങ്കിലും അച്ഛന് ഒരു മുഷിച്ചിലിന് ഇടയാവുമല്ലോ എന്നൊരു ഭയം. അതിലമ്മയ്ക്ക് വിഷാദം വേണ്ട. വലിയച്ഛൻ മഹാശുദ്ധനാണ്. എന്നെ ബഹുവാത്സല്യമാണ്. ഞാൻ കാൽക്കൽ വീണ് കരഞ്ഞാൽ എനിക്ക് വേണ്ടി അദ്ദേഹം ഞാൻ ചെയ്യുന്ന ന്യായമായ അപേക്ഷകൾ സ്വീകരിക്കാതെ ഇരിക്കില്ല. എനിക്കത് നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ മാധവൻ്റെ അമ്മ പാർവതിയമ്മ മുകളിലേക്ക് കയറി വന്നു. പാർവതിയമ്മ: എന്താ മകളെ, മാധവന് ഉദ്യോഗമായോ? ആയി, ഇന്ന് എഴുത്ത് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം. ഇത്ര വേഗം ഇത്ര നല്ലൊരു ഉദ്യോഗമായില്ലേ? മാധവൻ ഇനിയും മദിരാശിയിൽ തന്നെ പോകേണ്ട, അത് മാത്രം എനിക്ക് സങ്കടം. അധികം പാർക്കേണ്ടി വരികയില്ല. ഉടനെ അദ്ദേഹത്തിന് വലിയ ഉദ്യോഗമായി ഈ നാട്ടിലേക്ക് വരാനിടയുണ്ട്. എന്നാൽ മതിയായിരുന്നു. ഈശ്വര, എത്ര കാലമായി ഞാൻ എൻ്റെ കുട്ടിയെ പിരിഞ്ഞ് പാർക്കുന്നു. നിങ്ങൾക്ക് ഇനി മദിരാശി പോയി താമസിക്കാമല്ലോ. ഞാൻ തന്നെയോ? ഞാനും വരാം. ഈശ്വര, അങ്ങനെ ആയാൽ നന്നായിരുന്നു. അപ്പോഴേക്ക് മാധവൻ വെറുതെ വലിയമ്മാമനുമായി ഒരു ഷണ്ഠയുണ്ടാക്കി വെച്ചുവല്ലോ. ആട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഈശ്വര, അങ്ങനെ ദൈവം സംഗതി വരുത്തട്ടെ. എന്നാൽ എൻ്റെ മകന് പിന്നെ ഒരു ഭാഗ്യവും വേണ്ട. അതിനിപ്പോൾ ഈ വിഷമമുണ്ടല്ലോ. ഇങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടി മേനവൻ കയറി വരുന്നത് കണ്ടു.
ലക്ഷ്മിക്കുട്ടിയമ്മയും പാർവതിയമ്മയും താഴത്തേക്ക് ഇറങ്ങിപ്പോയി. ഇന്ദുലേഖയുടെ മുഖത്ത് പ്രത്യക്ഷമായി കണ്ട സന്തോഷത്തിൽ ഗോവിന്ദൻകുട്ടി മേനവനും വളരെ സന്തോഷമുണ്ടായി. അന്യോന്യം കുറേ നേരം ഒന്നും മിണ്ടാതിരുന്നു. പിന്നെ ഗോവിന്ദൻകുട്ടി, ഇന്ദുലേഖ മദിരാശിയിലേക്ക് പോവാൻ എല്ലാം ഒരുങ്ങിക്കോളൂ. മാധവൻ നാളെയോ മറ്റന്നാളോ പുറപ്പെടും എന്ന് എഴുതി കണ്ടില്ലേ? ഇന്ദുലേഖ ഒന്നും മറുപടി പറയാതെ മുഖം താഴ്ത്തിക്കൊണ്ടും മുഖത്ത് ഇടയ്ക്കിടെ ചുവപ്പും വെളുപ്പുമായി വർണ്ണം മാറിക്കൊണ്ടും സന്തോഷത്തിൽ മുങ്ങിയും പൊങ്ങിയും നിന്നു. എന്നാൽ ഗോവിന്ദൻകുട്ടി മേനവനും വളരെ സന്തോഷമുണ്ടായി. എങ്കിലും അച്ഛൻ്റെ ശപഥത്തെ ഓർത്ത് അല്പമൊരു കുണ്ഠിതവുമുണ്ടായിരുന്നു. മാധവൻ പെണ്ണിനെയും കൊണ്ട് പോവുമെന്നുള്ളതിൽ ഗോവിന്ദൻകുട്ടി മേനവന് ലേശം പോലും സംശയമില്ല. അതുകൊണ്ട് ഇന്ദുലേഖയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദൻകുട്ടി മേനവന് ഒരു വ്യസനമുണ്ടായില്ല. എന്നാൽ വൃദ്ധനായ തൻ്റെ അച്ഛനെ സമാധാനിപ്പിച്ച് സമ്മതിപ്പിച്ചിട്ട് കാര്യം നടത്താഞ്ഞാൽ എന്തൊക്കെ വൈഷമ്യങ്ങൾ വരാം എന്നാലോചിച്ചിട്ടാണ് അല്പം കുണ്ഠിതമുണ്ടായത്. എന്നാൽ ഈ വക വ്യസനഭാവം അശേഷമെങ്കിലും ഗോവിന്ദൻകുട്ടി മേനവൻ്റെ മുഖത്തോ വാക്കിലോ പുറപ്പെട്ടിട്ടില്ല. ഗോവിന്ദൻകുട്ടി മേനവൻ, നമ്പൂരിപ്പാട് വന്നിട്ടുണ്ടല്ലോ, കേട്ടില്ലേ? കേട്ടു. അച്ഛൻ ഈ കാര്യത്തെപ്പറ്റി വളരെ ഉചിതമായിട്ട് ഇന്നൊരു വാക്ക് പറഞ്ഞു. എനിക്ക് അത് വളരെ സന്തോഷമായി. എന്താണ് പറഞ്ഞത്? ഈ നമ്പൂരിപ്പാട്ടിലെ സംബന്ധം ഇന്ദുലേഖയ്ക്ക് മനസ്സുണ്ടെങ്കിലല്ലാതെ നടത്തിപ്പാൻ താൻ ശ്രമിക്കയില്ലെന്നാണ്. അത് തീർച്ചയായി എന്നോടും കേശവൻ നമ്പൂരിയോടും പറഞ്ഞു. അതുകൊണ്ട് ഇന്ദുലേഖ ഇനി ഒട്ടും വിഷാദിക്കേണ്ട. ഇങ്ങനെയാണ് വലിയച്ഛൻ്റെ മനസ്സെങ്കിൽ ഇദ്ദേഹത്തിനെ കെട്ടിവലിപ്പിച്ചതെന്തിന്? അത് ഇന്ദുലേഖയ്ക്ക് അദ്ദേഹത്തിനെ കണ്ട ശേഷം മനസ്സുണ്ടാവുമോ എന്ന് പരീക്ഷിപ്പാനാണത്രേ എന്നും പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മേനവൻ തൻ്റെ മുറിയിലേക്ക് പോയി. കോണി ഇറങ്ങുമ്പോൾ, മദിരാശിക്ക് എഴുത്തുണ്ടെങ്കിൽ പൂട്ടി താഴത്തേക്ക് അയക്കൂ, എൻ്റെ എഴുത്തിൽ വെച്ച് അയക്കാം എന്നും പറഞ്ഞു. എനിക്ക് ഇന്ദുലേഖയെ പരിഹസിക്കുന്നത് പ്രാണവേദനയാണ്. എന്നാലും കഥ ഞാൻ ഒട്ടും മറച്ചു വെക്കയില്ല. ഇത്ര ബുദ്ധിയുള്ള ഇന്ദുലേഖ എന്തിന് വിഡ്ഢിത്തം കാണിച്ചു? ഞാൻ പറയാതിരിക്കയില്ല. ഗോവിന്ദൻകുട്ടി മേനവൻ താഴത്തിറങ്ങിയ ഉടനെ ഇന്ദുലേഖ എഴുത്തുപെട്ടി തുറന്ന് കത്തെടുത്ത് വായിച്ച് ക്രമപ്രകാരമുള്ള ഗോഷ്ഠി കാണിച്ച് കത്ത് പെട്ടിയിൽ വെച്ച് പൂട്ടി അതിസന്തോഷത്തോടുകൂടി കിടക്കാനും ഇരിക്കാനും നിൽക്കാനും ശക്തിയില്ലാതെ പ്രമോദസരിത്തിൽ കൂടി ഒഴുകിക്കൊണ്ട് വശായി. ഗോവിന്ദൻകുട്ടി മേനവൻ മദിരാശിക്ക് എഴുത്ത് തയ്യാറാക്കി മേശമേൽ തന്നെ വെച്ച് മാധവൻ്റെ അച്ഛനെ കാണുവാനായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. ചെല്ലുമ്പോൾ അദ്ദേഹം പൂമുഖത്ത് ഇരിക്കുന്നു. ഗോവിന്ദൻകുട്ടി മേനവനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. ഗോവിന്ദൻകുട്ടി മേനവൻ, ജ്യേഷ്ഠൻ നമ്പൂരിപ്പാട്ടിലെ വരവ് കണ്ടില്ലേ? ഗോവിന്ദൻകുട്ടി മേനോൻ സാധാരണയായി ഗോവിന്ദപ്പണിക്കരെ ജ്യേഷ്ഠൻ എന്നാണ് വിളിച്ചു വരാറ്. ഗോവിന്ദപ്പണിക്കർ, ഞാൻ കണ്ടില്ല. ഹമാലന്മാരുടെ മൂളലിൻ്റെ ഘോഷം കേട്ടു. ഞാൻ പൊൽപ്പായി കളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. തൽക്കാലം ഇവിടെ നിന്നാൽ തരക്കേടുണ്ട്. നിന്റെ അച്ഛൻ ഒരു സമയം എനിക്ക് ആളെ അയക്കും. പിന്നെ നമ്പൂരിപ്പാട്ടിലെ സംബന്ധം കാര്യം കൊണ്ട് ആലോചിപ്പാനും മറ്റും പറയും. എനിക്ക് ഈ ആവലാതികളൊന്നും കഴിയില്ല. ഞാൻ ഇന്നും നാളെയും കളത്തിൽ താമസിച്ച് മറ്റന്നാളെ മടങ്ങി വരികയുള്ളൂ. ഗോവിന്ദൻകുട്ടി മേനോൻ, ഞാനും വരാം. എനിക്കും ഈ നമ്പൂരിപ്പാട്ടിലെ പ്രാകൃതങ്ങൾ കാണാൻ വയ്യ. ഞാനും വരാം. ഗോവിന്ദപ്പണിക്കർ, പോന്നോളൂ. വിവരം അച്ഛനെ അറിയിക്കണേ, അല്ലെങ്കിൽ പിന്നെ അതിന് എൻ്റെ നേരെ കോപിക്കും. ഉടനെ ഗോവിന്ദൻകുട്ടി മേനവൻ വീട്ടിലേക്ക് ആളെ അയച്ച് തൻ്റെ ഉടുപ്പുകളും മറ്റും വരുത്തി ഗോവിന്ദപ്പണിക്കരോടുകൂടി പൊൽപ്പായി കളത്തിലേക്ക് പുറപ്പെട്ടു. തന്നെക്കുറിച്ച് ചോദിച്ചാൽ വിവരം അച്ഛനെ അറിയിപ്പാൻ ആളെ പറഞ്ഞേൽപ്പിച്ചു. ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും പൊൽപ്പായി കളത്തിലേക്ക് പോകുകയും ചെയ്തു. ഇതോടെ 10-ാം അധ്യായം അവസാനിക്കുന്നു. ഇനി 11-ാം അധ്യായം മുതൽ അടുത്ത ഭാഗങ്ങളിൽ കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ വിദ്യാബോധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. വിദ്യാബോധി കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഒരു പഠന സഹായിയാണ്. താൽപ്പര്യമുള്ളവർ കേട്ടു നോക്കുക. ആവശ്യമുള്ളവർക്ക് ഷെയറും ചെയ്യുക. മ്യൂസിന് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. ഇതേ സഹകരണം വിദ്യാബോധിക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പുതിയ കഥകളുമായി വരുന്നതുവരെ നന്ദി.